ഹായ് ഫ്രണ്ട്സ്, എല്ലാം കട്ട് ഓഫ് പ്ലസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇന്നലെ നടന്ന എക്സാംസിന്റെ അനാലിസിസും അതുപോലെ തന്നെ ഇപ്പോൾ 4 ഘട്ടങ്ങളായി നടന്ന 10th ലെവൽ പ്രിലിംസിന്റെ എക്സാംസിന്റെ ഒരു ഓവറോൾ കട്ട് ഓഫ് ഒരു പ്രഡിക്ഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ LDC എക്സാം കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു 10th ലെവൽ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ LDC എക്സാം ചില ജില്ലകൾക്ക് വളരെ എളുപ്പവും ചില ജില്ലകൾക്ക് ഭയങ്കര വിഷമവുമായിരുന്നു. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു അനുഗ്രഹമായിരുന്നു സെക്രട്ടേറിയറ്റ് OA, അതായത് ഒരു 1.5 വർഷം കൊണ്ട് തന്നെ എല്ലാ ഫുൾ ആൾക്കാരെയും ഒരുമിച്ചെടുത്ത ആ ഒരു ലിസ്റ്റിലെ നോട്ടിഫിക്കേഷൻ വരുന്നത്, ആ ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ LDC കഴിഞ്ഞിട്ട് അധികം വിഷമത്തോടെ ഇരിക്കുന്ന അല്ലെങ്കിൽ അധികം പെർഫോം ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു ലക്കായിരുന്നു. പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നു, പെട്ടെന്ന് എക്സാം വരുന്നു. അപ്പൊ എക്സാമിന് LDCക്ക് പഠിച്ച ആ ഒരു ബേസ് അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഡിസംബർ 28 മുതൽ ഇന്നലെ വരെ നടന്ന 4 ഘട്ട പ്രിലിംസ് നടക്കുന്നു. അപ്പൊ നമുക്കറിയാം പണ്ടത്തേക്കാൾ പ്രിലിംസിൽ എഴുതുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. എല്ലാ ജില്ലകളിലടക്കം കുറഞ്ഞിട്ടുണ്ട്. കാരണം PSC വളരെ സീരിയസ് ആയി നോക്കുന്ന ആൾക്കാരുടെ ഒരു ചെറിയ ഡ്രോപ്പ് എല്ലാ എക്സാംസിന്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ കോമ്പറ്റീഷന് കുറവൊന്നും വന്നിട്ടില്ല. ചിലപ്പോൾ ആൾക്കാർ അല്ലെങ്കിൽ വലിയ സീരിയസ് ആയി കാണാത്തവർ കുറഞ്ഞു പോയി എന്ന് മാത്രമേ തോന്നുള്ളൂ. അപ്പൊ എങ്ങനെയായാലും 4 ഘട്ട പ്രിലിംസ് നടക്കുന്നു. ആ 4 ഘട്ടത്തിലും നമ്മൾ പണ്ട് മുതലേ പറയുന്ന PSCയുടെ ഒരു പ്രശ്നമാണ് ഒരേ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം. അപ്പൊ അത് ഇത്തവണയും കൃത്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും പല നിലവാരത്തിലായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ ഏത് ഘട്ടം പരീക്ഷ എഴുതണം എന്ന് ചൂസ് ചെയ്യുന്നത് PSC ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടം എങ്ങനെയാണോ വിഷമാണെങ്കിൽ അത് അനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുപോലെ ഈസി ആണെങ്കിൽ അത് അനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതാണ്. അതിൽ നമുക്ക് ഇതുവരെ ചലഞ്ച് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഏത് ഘട്ടം ഏത് പരീക്ഷ എഴുതണം എന്നത് PSC നിശ്ചയിക്കുന്ന ഒരു കേസാണ്. നമുക്കിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ഈസി ക്വസ്റ്റ്യൻ പേപ്പർ വരാം, ചിലപ്പോൾ വിഷമമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വരാം. അതൊക്കെ നമ്മൾ ലക്ക് പോലെ ഇരിക്കും. അതും നമ്മൾ കഴിഞ്ഞ കൊല്ലം അല്ല അതിന് മുമ്പത്തെ കൊല്ലങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇത്തവണയും സെയിം പാറ്റേൺ തന്നെയാണ് ആവർത്തിച്ചത്. ആദ്യം ഇന്നലെ നടന്ന എക്സാംസിന്റെ ഒരു ചെറിയ ഇത് ഞാൻ പറയാം. ഇന്നലെ നമ്മൾ എക്സാം അനലൈസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ നടന്ന എക്സാംസ് എന്ന് വെച്ചാൽ ഒരു എബോവ് ആവറേജ് എക്സാം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ ഈസിയോടുകൂടി എഴുതി പോകാൻ പറ്റുന്ന എക്സാം ആയിട്ട് എന്തായാലും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കുറച്ച് ഒരല്പം ബുദ്ധിമുട്ടിക്കുന്നത് തന്നെയായിരുന്നു. GK ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തവർക്ക് ചിലപ്പോൾ ഒരു 65-ന് 70-ന് മുകളിലൊക്കെ സ്കോർ ചെയ്യുന്നവരുണ്ട് എന്നൊക്കെ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് ഉണ്ടാവുമായിരിക്കും നല്ല രീതിയിൽ നോക്കിയവർ. പക്ഷെ ഒരു ആവറേജ് സ്റ്റുഡന്റ് അനുസരിച്ച് ഒരു 65-67 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലായിരിക്കും. അതിന്റെ 70-ന് മുകളിലോട്ടൊന്നും അത്ര എല്ലാവർക്കും പോകാൻ പറ്റും തോന്നുന്നില്ല. എന്തായാലും ഒരു 60-65 ആ ഒരു റേഞ്ച് ആയിരിക്കാൻ തോന്നുന്നു ഒരു ആവറേജ് സ്റ്റുഡന്റിന് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇന്നലത്തെ പരീക്ഷയിൽ. കാരണം മാത്സ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുമ്പോൾ ഒരു 17-15 മാർക്ക് നമുക്ക് മാത്സിൽ സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കും. അതുപോലെ സയൻസിൽ ഒരു 12 മാർക്കോളം നമ്മൾ സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ 15-ഉം 12-ഉം 27 മാർക്ക്. പിന്നെ ഒരു 40 മാർക്ക് അതിൽ നമ്മുടെ GK പോർഷൻസിൽ ബാക്കി വരുന്ന GK പോർഷൻസിൽ ഒരു 40 മാർക്കും കൂടി സ്കോർ ചെയ്താൽ ഒരു 60-65-67 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതൊരു എബോവ് ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഇന്നലത്തെ പരീക്ഷയുടെ കാര്യം. ഇനി ഓവറോൾ കാര്യം പറയുമ്പോൾ നമുക്കറിയാം ഇത് പല എക്സാമുകൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രിലിംസ് പരീക്ഷയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ സെക്രട്ടറി OAയുടെ കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത് 70-ന് മുകളിലാണ്. 73-74 മാർക്കാണ് സെക്രട്ടറി OAയുടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ മെയിൻസിന്റെ കട്ട് ഓഫ് 68 ആ റേഞ്ചിലായിരുന്നു. പക്ഷെ പ്രിലിംസിന് ഉണ്ടായിരുന്ന 70-ന് മുകളിൽ വന്ന ഒരു കട്ട് ഓഫ് ആയിരുന്നു സെക്രട്ടറി OAയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏകദേശം എത്ര ആൾക്കാരെ ചൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഏകദേശം ഒരു 3000-4000 റേഞ്ച്, ഒരു ഫേസ് എഴുതുന്ന 3000-4000 റേഞ്ച് ആൾക്കാരെ ചൂസ് ചെയ്യാൻ ചാൻസ്, ചിലപ്പോൾ 5000 വരെ ആവും. അങ്ങനെയാണെങ്കിൽ ഒരു 20,000 പേര് വരുന്ന ഒരു പ്രിലിംസ് ലിസ്റ്റ് ആയിരിക്കാം, മീൻസ് പ്രിലിംസ് പാസ് ചെയ്യുന്നവരുടെ ലിസ്റ്റ് ആയിരിക്കാം ഇനി വരാൻ പോകുന്നത്. അപ്പൊ അതിൽ തന്നെ ആൾക്കാരുടെ എണ്ണം ചൂസ് ചെയ്യുന്നതിനാണ് ഇനി ഇമ്പോർട്ടൻസ് ഉള്ളത്. അതായത് ഇപ്പൊ എക്സാമിന്റെ ടഫ്നെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസംബർ 28 നടന്നത് ഒരു ആവറേജ് ലെവൽ എക്സാം ആയിരുന്നു. അതുപോലെ തന്നെ ഒരു എബോവ് ആവറേജ് ലെവൽ എക്സാം ആയിരുന്നു ഡിസംബർ 28 നടന്നത്. പിന്നെ ഒരു സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരല്പം കൂടി എളുപ്പത്തിൽ ഒരു ആവറേജ് ലെവൽ നിൽക്കുന്ന, മറ്റേതൊരു എബോവ് ആവറേജ് ആണ്, ഇതൊരു ആവറേജ് ലെവൽ നിൽക്കുന്ന എക്സാം ആയിരുന്നു. പക്ഷെ തേർഡ് ഫേസിനനുസരിച്ച് നോക്കുമ്പോഴേക്കും അതൊരു ഈസി എക്സാം ആയിരുന്നു എന്ന് നമുക്ക് പറയാം. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് 3 ഫേസുകളെയും ഇന്നലെ അടക്കമുള്ള 3 ഫേസുകളെയും കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഈസി ഫേസ് ആയിരുന്നു തേർഡ് ഫേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോർത്ത് ഫേസിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു എബോവ് ആവറേജ് എക്സാം ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആൾക്കാരെ എങ്ങനെ PSC എടുക്കും അല്ലെങ്കിൽ എത്ര ആൾക്കാരെ എടുക്കും എന്നത് വളരെ ക്രൂഷ്യലാണ്. അതായത് തേർഡ് ഫേസ് എഴുതിയവർക്ക് ഒരു എഡ്ജ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സാധാരണ മറ്റ് പരീക്ഷ എഴുതിയ കഴിഞ്ഞ തവണത്തെയും അതിന് മുമ്പത്തെ തവണത്തെയൊക്കെ കണ്ടതിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം വളരെ ഈസി ആയിട്ടുള്ള ഫേസ് എഴുതിയവർ കുറച്ച് കൂടുതലായിട്ട് ലിസ്റ്റുകളിലേക്ക് വരുന്നത് കാണുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു തേർഡ് ഫേസ് എഴുതിയവർ കുറച്ചധികം ചിലപ്പോൾ ലിസ്റ്റിൽ കടന്നുകൂടാനുള്ള ചാൻസ് ഉണ്ട്. അത് പക്ഷെ നമുക്ക് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ തവണ ഈസി ഫേസ് എഴുതിയവരായിരിക്കും ചിലപ്പോൾ ഇത്തവണ ഡിഫിക്കൽട്ടിലേക്ക് പോയത്. അതൊരു ഗാംബ്ലിംഗ് പോലെയാണ്. എന്തായാലും അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു നോർമലൈസേഷൻ പാറ്റേണും അതിന്റെ ഇക്വേഷനും ഒക്കെ PSC ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഇക്വേഷൻ വെച്ചാണ്
ഞങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ PSC പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും അത്തരം ഡൗട്ടുകളുള്ള അങ്ങനെ ചെയ്യാം. പക്ഷേ എത്രത്തോളം നോർമലൈസേഷൻ എഫക്റ്റ് ആവുന്നുണ്ട് എന്നതിൽ ഇപ്പോഴും ഡൗട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പരീക്ഷ ഡിസംബർ 28 പരീക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആവറേജ് എക്സാം ആയിരുന്നു, ഒരു എബോവ് ആവറേജ് എക്സാം ആയിരുന്നു ഡിസംബർ 28. പക്ഷേ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ ഒരു ആവറേജ് എക്സാം ആയിരുന്നു, തേർഡ് ഫേസ് ഒരു ഈസി എക്സാം ആയിരുന്നു, ഫോർത്ത് ഫേസ് വീണ്ടും ഒരു എബോവ് ആവറേജ് എക്സാമിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ആൾക്കാർ 20,000 ആൾക്കാരെയൊക്കെയാണ് സെക്രട്ടറി OAയുടെ ലിസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ലാബ് അസിസ്റ്റന്റ് പറഞ്ഞ ഒരു ഡിഗ്രി ഒരു ഡിസ്ട്രിക്ട് ലെവലിലുള്ള എക്സാംസ് ആണ്. ഓരോ ജില്ലയിലും ഇത്ര ആൾക്കാരെ വെച്ചിട്ട് എടുക്കുന്ന ഒരു കട്ട് ഓഫ് ആയിരിക്കും അതിൽ വരുന്നത്, ലാബ് അസിസ്റ്റന്റിന്റെ കേസിൽ വരുന്നത്. പക്ഷെ ഇവിടെ ഒരു 70 റേഞ്ച് അല്ലെങ്കിൽ 65 മുതൽ 70 വരെ, ഒരു 65 മുതൽ 70 വരെ ആ ഒരു റേഞ്ചിൽ എന്തായാലും നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് OA കടക്കണമെങ്കിൽ ഈ ഒരു പരീക്ഷയിൽ വാങ്ങേണ്ടി വരും എന്നാണ് വിചാരിക്കുന്നത്. അതിൽ ഏറ്റവും വിഷമിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഫേസിലെയും ഈ 4ാമത്തെ ഫേസിൽ എഴുതിയ ആൾക്കാരായിരിക്കും തോന്നുന്നു. തേർഡ് ഫേസ് എഴുതിയവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എഡ്ജ് ഈ ഒരു കേസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു 65 to 70 റേഞ്ചിൽ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഒരു എന്തായാലും പഠിക്കുന്നവരാണ്. ഇനി വരുന്ന ASM എക്സാം ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ഡിഗ്രി ലെവൽ ഉണ്ട്, ഫോഴ്സ് എക്സാമുകളുണ്ട്. അപ്പോൾ ഒരു 60 റേഞ്ചിലുള്ളവർക്ക്, 60 സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഈ മറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ഇതൊരു ഫൈനലൊന്നും കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ നമുക്ക് ഇത്ര നാളുള്ള PSC എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പറയുന്നതാണ്. ഏകദേശം നിങ്ങൾക്ക് പറയാം, നിങ്ങൾ എന്തായാലും അത് 50 മാർക്കിലേക്കൊന്നും ഈ ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമിന്റെ കട്ട് ഓഫ് 50 മാർക്കിലേക്കൊന്നും പോകാനുള്ള ഒരു ചാൻസ് ഇല്ല. അങ്ങനെ പോകില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്, ഒരു 20,000 ആൾക്കാരെ PSC സെലക്ട് ചെയ്യുന്നു എന്ന വിചാരത്തിലാണ് നമ്മൾ ഈ 60-65 ഒക്കെ നമ്മൾ പറയുന്നത്. ഇനി അല്ല, കൂടുതൽ ആൾക്കാർക്ക് അവസരം കൊടുക്കാമെന്ന് PSC തീരുമാനിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ താഴേക്ക് പോകാം. കാരണം കട്ട് ഓഫ് നിശ്ചയിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാണ് ഒരു കട്ട് ഓഫ് നിശ്ചയിക്കുന്നത്, എത്ര ആൾക്കാരെ എടുക്കണം എന്നതിന്റെ ബേസിലാണ് കട്ട് ഓഫ് വരുന്നത്. അല്ലാണ്ട് കട്ട് ഓഫ് നിശ്ചയിച്ച് അതിൽ എത്ര ആൾക്കാരുണ്ട് എന്ന് നോക്കലല്ല. ഒരു എക്സാം എഴുതി 100 ആൾക്കാരെ PSCക്ക് അടുത്ത എക്സാം എഴുതാൻ വേണമെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, 100 ആൾക്കാരെ എടുക്കുന്നു, ആ 100ാമത്തെ കിട്ടിയ ആളുടെ മാർക്ക് നോക്കുന്നു, അതാണ് കട്ട് ഓഫ് ആയിട്ട് നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് 20,000 അല്ലെങ്കിൽ 15,000, 20,000 റേഞ്ചിലുള്ള ആൾക്കാരെ എടുക്കുമ്പോഴേക്കും ഈ ഒരു മാർക്ക് എത്താനുള്ള ഒരു ചാൻസ് ഇന്നത്തെ കോമ്പറ്റീഷൻ ലെവൽ അനുസരിച്ച് നോക്കുമ്പോൾ PSC ഫീൽഡിലുണ്ട്. അത് മനസ്സിലാക്കണം, നമ്മൾ എന്തായാലും സത്യം മനസ്സിലാക്കണം. എന്ന് വെച്ചിട്ട് വളരെ ലോ ആയിട്ട് ഒരു 50-55 മാർക്ക് കട്ട് ഓഫ് വരണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാരെ PSC എടുക്കും, അല്ലെങ്കിൽ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അതിന് അർത്ഥം വരുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു റേഞ്ചിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ മെയിൻസിന് എക്സാംസിന് ഇനി ഒരു 2-3 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് കേസ് നമ്മൾ പറഞ്ഞു ജില്ലാ വൈസ് ആണ് ലിസ്റ്റുകൾ വരാൻ ചാൻസ് ഉള്ളത്. അവിടെ ഇപ്പോൾ PSC ലിസ്റ്റുകൾ ഇറക്കുന്നത് മീൻസ് കട്ട് ഓഫ് നിശ്ചയിക്കുന്നത് ചിലപ്പോൾ ഡിസ്ട്രിക്ട് വൈസിലായിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരേ കട്ട് ഓഫ് ഇട്ടാൽ ചിലപ്പോൾ അത്രയും അവർ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരെ കിട്ടണം എന്നുണ്ടാവില്ല. ഇപ്പം കാസർഗോഡ്, വയനാട് പോലുള്ള ജില്ലകളും തിരുവനന്തപുരം, കണ്ണൂർ പോലുള്ള ജില്ലകളും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കാം. എന്തായാലും അവിടുത്തെ സീറ്റുകളും വേക്കൻസീസിന്റെ വ്യത്യാസങ്ങളും ഉണ്ട്. അതും കൂടി പരിഗണിച്ചായിരിക്കാം പോകുന്നത്. മിക്കവാറും കഴിഞ്ഞ തവണ എത്രയാണോ അഡ്വൈസ് പോയത് ആ ഒരു ലിസ്റ്റിലായിരിക്കാം വരുന്നത്. ഇനിയിപ്പം നമ്മുടെ സെക്രട്ടറി OA അടക്കമുള്ള പോസ്റ്റ് നമുക്കറിയാം ഏകദേശം 1.5 വർഷം കൊണ്ട് മാക്സിമം ആൾക്കാർ NJDs വന്ന പോസ്റ്റാണ്. കാരണം ഇനി വരാൻ പോകുന്ന ലിസ്റ്റുകളൊക്കെ LP UP ലിസ്റ്റ് വരാനുണ്ട്, LDC ലിസ്റ്റ് വരാനുണ്ട്, LGS ലിസ്റ്റ് വരാനുണ്ട്, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസിന്റെ ലിസ്റ്റുകൾ വരാനുണ്ട്. അപ്പൊ ഈ ഒരു പോസ്റ്റുകളിലുള്ളവരൊക്കെ തന്നെ ഇവിടെയും ജോയിൻ ചെയ്യാൻ ഉണ്ട്. ഇവർ ഈ ജോലി ഉപേക്ഷിച്ച് പോകുമ്പോൾ NJD ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഒരു 1.5 വർഷം കൊണ്ട് ലിസ്റ്റ് തന്നെ ക്യാൻസൽ ആയി തീർന്നു പോയത്. അപ്പൊ അതനുസരിച്ച് ചിലപ്പോൾ PSC കുറച്ചും കൂടി ബൾക്കായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടി താഴേക്ക് കട്ട് ഓഫ് പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അനലൈസ് ഇപ്പൊ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോഴും പലർക്കും ഡൗട്ടാണ്. പലരും പഠിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഈ ഒരു റേഞ്ച് മാർക്ക് കിട്ടിയിട്ട് പോലും പഠിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും, റിസൾട്ട് വരട്ടെ എന്ന് കരുതിയിട്ട്. അപ്പൊ ഞാൻ പറയാനുള്ളത്, നിങ്ങൾക്ക് 2-3 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു മെയ്യോട് കൂടി ഇതിന്റെ എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഏപ്രിലെ കലണ്ടറിൽ എന്തായാലും ഈ എക്സാം PSC കൊടുത്തിട്ടില്ല. മറിച്ച് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഒരു പകുതിയോടുകൂടി എക്സാം വരാനുള്ള എല്ലാ ചാൻസ് ഉണ്ട്. മെയ് ഒരു 20ഓടുകൂടി സ്റ്റാർട്ട് ചെയ്യാം ചാൻസ്, 15-20 കൂടി എക്സാം സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും അതിനുവേണ്ടി പഠിക്കുന്നതിന് എല്ലാം മെയിൻസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ലാബ് അസിസ്റ്റന്റ് വേറെ ആയിരിക്കും, സെക്രട്ടറി OA വേറെ ആയിരിക്കും. അപ്പൊ എന്തായാലും അതിനുവേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴേ തുടങ്ങിക്കൂടുക. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് SCRT, ന്യൂ SCRT ആണ്. ന്യൂ SCRTയുടെ കൂടുതൽ കണ്ടൻസ് 5, 7, 9 കണ്ടൻസ് ഇപ്പോൾ PSC ഇന്നലത്തെ എക്സാംസ് അടക്കം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ കണ്ടൻസ് നമ്മൾ ടെലഗ്രാം ചാനൽ ഞാൻ അത് പോസ്റ്റ് ആയിട്ട് പോളായിട്ടും അതുപോലെ തന്നെ ഇതിന്റെ കട്ടൗട്ട് ആയിട്ടും ഇടാം. നിങ്ങൾ എന്തായാലും ടെലഗ്രാം ചാനൽ കയറി നോക്കിയാൽ മതി, ടെലഗ്രാമിൽ കട്ട് ഓഫ് പ്ലസ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ എന്തായാലും മെയിൻസ് എക്സാം തയ്യാറെടുക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു പോവുക. 10th ലെവൽ ആയതുകൊണ്ട് തന്നെ SCRT ഫസ്റ്റ് തന്നെ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനപ്പുറത്തേക്ക് വരുന്ന ടോപ്പിക്സ് അതിനുശേഷം തീർക്കാൻ വേണ്ടി നോക്കുക. എന്തായാലും സിലബസ് 1-2 തവണ കംപ്ലീറ്റ് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ ഇപ്പോഴേ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഇതിനൊരു ടൈം ടേബിൾ സെറ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് ഇപ്പോൾ ഓൾറെഡി ഒരു ടൈം ടേബിൾ നമ്മളെ ചാനൽ റൺ ചെയ്യുന്നുണ്ട്. നമ്മളതിന്റെ PDF നമ്മൾ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനും 10th മെയിൻസ് നമ്മൾ സ്റ്റഡി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ട് ഷോർട്സ് വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ ടെലഗ്രാമിൽ PDF ഷെയർ ചെയ്ത് തരാം. അപ്പോൾ എല്ലാവരും ടെലഗ്രാം ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക്